ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും എന്നെ ഒന്ന് ചിരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ച് നേരം ചിരിക്കാമായിരുന്നു എന്നൊരു അവസ്ഥയിലാണ്. കരയാൻ കണ്ണുനീരില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പൊരുത്തപ്പെട്ടു പോയി. ഉരുള പൊട്ടിയിട്ടുണ്ട്, ഇനിയും ഒരെണ്ണം കൂടെ പൊട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് മാറണം എന്ന് പറഞ്ഞു. പക്ഷെ മാറാൻ പറ്റാത്തൊരു സാഹചര്യം. എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വെള്ളം പറ്റി ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ ആ വീട് കാണുന്നില്ല, മൊത്തം മൂടിയിരിക്കുന്നത്. ഒരു 2 ആനയുടെ വലുപ്പമുള്ള കല്ലുകളാണ് ഞങ്ങൾക്ക് ചുറ്റും വന്ന് പതിച്ചു കിടക്കുക. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴാണ് അറിയുന്നത് ഇവിടെ ഉള്ളവരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം പോയിട്ടുണ്ട്. കൈവിട്ട് പോയി, ഞങ്ങൾ മരണത്തിനെ നേരിടുകയാണ്. കാരണം വേറെ അതിനകത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇനി ആഫ്റ്റർ എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, മുമ്പിലൊന്നുമില്ല. കാരണം ഇപ്പോ 0 ആണ്, എല്ലാം നഷ്ടപ്പെട്ടു. വയനാട്ടിൽ നിന്ന് എവിടെ ടൂറിസ്റ്റുകൾ വന്നാലും രമേശിനെ അറിയാത്തവർ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേര് രമേശ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. രമേശിന്റെ നാട്ടിലാണ്, രമേശ് ഉൾപ്പെടുന്ന ഗ്രാമത്തിലാണ് ഇപ്പൊ ഈ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നത്. അന്ന് ഇപ്പം രമേശ് 3 വർഷം മുന്നേ ഇവിടെ മല പൊട്ടി, അല്ലെങ്കിൽ അന്ന് ഇതുപോലെ തന്നെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. വീടുമായിട്ടൊരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉരുള പൊട്ടിയത്. അത് വൻ ദുരന്തമായിട്ട് നമ്മൾ അന്ന് കണക്കാക്കി. പക്ഷെ അതിനേക്കാൾ എത്രയോ എഫക്ട് ചെയ്യുന്ന ഒരു മനസ്സിനെ തന്നെ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഹൃദയത്തിനെ മുറിവേൽപ്പിച്ചൊരു ദുരന്തമാണ് ഇപ്പൊ ഈ നടന്നത്. മരണയിലേക്കാണ് ഇപ്പൊ ഞാൻ പോലും രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. നിലവിലെ ഈ ഒരു എന്താ പറയാ ഉരുൾപൊട്ടലിന്റെ സമയത്ത് വീട്ടില് അമ്മയും ബ്രദറും അല്ലെ ഉണ്ടായിരുന്നു, ഇവര് 3 പേരും ആയതുണ്ടായിരുന്നു. എങ്ങനെ അറിഞ്ഞത്? കാരണം 2 പ്രാവശ്യം ഉരുൾപൊട്ടിയെന്നാണ് അറിയുന്നത്. നിങ്ങൾ ആദ്യത്തെ ഉരുൾപൊട്ടൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നു? അതെ, അതായത് ഒരു 1:30-1:45 സമയത്താണ് നമ്മുടെ വീടിന്റെ മുന്നിലൂടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു അഗാധമായിട്ടുള്ള ഒരു സൗണ്ടിലാണ് നമ്മളെല്ലാം നെറ്റി ഉണരുമ്പോഴേക്കും എന്റെ അമ്മയും എന്റെ ഏട്ടനും ഇതേപോലെ എഴുന്നേറ്റ് ഞങ്ങള് എന്താ ഇതിന്റെ റീസൺ എന്താന്നുള്ള അറിയില്ല. തൊട്ട് ബാക്കിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നു. തൊട്ട് ബാക്കിലെ വീട്ടുകാരൻ അദ്ദേഹം പറയുന്നത് വെളിയിൽ ഇറങ്ങരുത്, മുണ്ടക്കയില് ഉരുള പൊട്ടിയിട്ടുണ്ട് തോന്നുന്നു. കാരണം വെട്ടും വെളിച്ചൊന്നുമില്ല. അതിന്റെ മുണ്ടക്കൈ ഉരുള പൊട്ടിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭാഗത്തേക്കാണ് വെള്ളം കയറി ഡൈവേർട്ടായി വന്നിരിക്കുന്നത്, ശ്രദ്ധ പുലർത്തണം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ ഭൂമിയുടെ ഒരു ജെർക്കിങ്ങും സൗണ്ടും എല്ലാം വല്ലാതെ ഒരു ഭീതി പടർത്തി. വാതിൽ തുറന്നു നോക്കുമ്പോ മുട്ടോളം വെള്ളവും ചെളിയും വൻ മരങ്ങളും വന്ന് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ടോർച്ചെടുത്ത് അമ്മ പേടിച്ച് ഇരിക്കുന്ന അമ്മയോട് പറഞ്ഞു, നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ, ഉരുള് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് മാറാതെ പറ്റില്ല, കാരണം എന്റെ വീട് സേഫ്റ്റി അല്ല. അപ്പൊ അമ്മയും ഏട്ടനും ഞാനും കൂടെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിക്കുട്ടിയും കൂടെ കയ്യിലെടുത്തോണ്ടാണ് ഞാൻ തൊട്ടടുത്ത ഒരു വീട്ടിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. അവരെ ടെറസിന്റെ മണ്ടിലാണ് പിന്നീട് ഞങ്ങളെ അഭയം. അത് അങ്ങനെ ആ വീട്ടുകാരും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 4 മണിയോടുകൂടി, എന്ന് വെച്ചാൽ നേരം വെളുക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഒരു പ്രാവശ്യം ഉരുള പൊട്ടു എന്ന് നമ്മൾ വിശ്വസിച്ചത്. പക്ഷെ നോക്കുമ്പോ രണ്ടാമത്തെ പ്രാവശ്യം 4 മണി, പുലർച്ചെ 4 മണിക്കാണ് രണ്ടാമത്തെ ഉരുള പൊട്ടുന്നത്. പക്ഷെ ഇതിന് മുന്നായിട്ട് മുണ്ടക്കയിലെ നമ്മളൊരു സുഹൃത്തിനെ വിളിച്ചന്വേഷിച്ചപ്പോ അവര് സേഫാണ്, പക്ഷെ ഉരുള പൊട്ടിയിട്ടുണ്ട്, ഇനിയും ഒരെണ്ണം കൂടെ പൊട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് മാറണം എന്ന് പറഞ്ഞു. പക്ഷെ മാറാൻ പറ്റാത്തൊരു സാഹചര്യം. 4 മണിയാകുമ്പോ കറക്റ്റ് മുണ്ടക്കയിന്ന് പൊട്ടുന്നു. വീണ്ടും ഞങ്ങളെ സ്കൂൾ റോഡിനും കൂടെ അത് കവർന്ന് എടുത്തിട്ടാണ് ആ ദുരന്തം. ഇപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഉറ്റവരും സുഹൃത്തുക്കളും സഹപാഠികളും അമ്മമാരും പെങ്ങന്മാരും ചെറിയ മുല പിടിക്കുന്ന പിള്ളേര് പോലും അതിനകത്ത് അകപ്പെട്ടുപോയി. ഞങ്ങള് 3 പേര്, ഞാൻ എന്റെ ഏട്ടനും അമ്മയായിരുന്നു. പിന്നെ അയൽവാസികളില് ഞങ്ങൾ അഭയം പ്രാപിച്ച ആ വീട്ടില് ഒരു 10ഓളം പേരുണ്ട്. എല്ലാം കൂടെ 10-13 പേര് ടോട്ടലുണ്ട്. പിന്നെ വെള്ളം ഇറങ്ങി രാവിലെ അത് നേരിട്ടത് വല്ലാത്തൊരു ദുരന്തമാണ്. കാരണം വെച്ചാല് ഞങ്ങള് കൈവിട്ട് പോയി, ഞങ്ങൾ മരണത്തിനെ നേരിടുകയാണ്. കാരണം വേറെ അതിനകത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല. മരിക്കുകയാണ്. നമ്മൾ മനസ്സ് ഓൾറെഡി മരണത്തിലേക്ക് കൊടുക്കും, മനസ്സ് മരിച്ചുപോയി. അവസാന രീതിയിലാണ്. പിന്നെ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വെള്ളം പറ്റി ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോ ആ വീട് കാണുന്നില്ല, മൊത്തം മൂടിയിരിക്കുന്നത്. പക്ഷെ അതിന് ചുറ്റുവട്ടത്തിൽ നേരം പുലർന്ന് നോക്കുമ്പോ
കംപ്ലീറ്റും എന്ന് വെച്ചാൽ ഒരു 2 ആനയുടെ വലുപ്പമുള്ള കല്ലുകളാണ് ഞങ്ങൾക്ക് ചുറ്റും വന്ന് പതിച്ചു കിടക്കുന്നത്. എന്തോ ദൈവഗുരുത്തായിട്ട് കണക്കാക്കുന്നു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. എന്താണെങ്കിലും ഇപ്പൊ കൂടെ ഉള്ളവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ അതെ, അതായത് ഞങ്ങൾ സേഫ് ആയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങള് കരപിടിച്ച് എത്തി. അപ്പോഴേ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴാണ് അറിയുന്നത് കൂടെ ഉള്ളവരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പോയിട്ടുണ്ട്, മിസ്സിംഗ് ആണ്. എന്റെ ഒരു കണക്ക് കൂട്ടലില് ഒരു 10 പേരോ 15 പേരോ പോകുന്നു വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പോ അത് നമ്മളെയൊക്കെ ബാക്കിൽ നിന്ന് ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ ഒന്നും മണ്ണിന്റെ അടിയിലാണ്. അവരെ ബോഡി പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാതെ മനസ്സിലാണ് നമ്മൾക്ക് ഇത് എന്തുകൊണ്ടായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ടൂറിസ്റ്റ് ഗൈഡായിട്ട് ഒരുപാട് പേരെ മലകയറ്റിയതും വയനാടിന്റെ സൗന്ദര്യം ആസ്വദിപ്പിച്ചതും ഒരാളാണ്. എന്തുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ടായതെന്നാണ്. അതായത് ആക്ച്വലി നിയന്ത്രണങ്ങളില്ലാത്ത റിസോർട്ടുകള്, വൻകിട റിസോർട്ടുകള്, ഹോം സ്റ്റേകളൊക്കെ, പിന്നെ മണ്ണിടിച്ചില് മെയിനായിട്ട്, പിന്നെ എല്ലാത്തിനും കാരണം ആഗോള താപനം. അതൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻ. പക്ഷെ മൗണ്ടൻ എന്ന് വെച്ചാല് കവളപ്പാറയും വയനാടിന്റെ ഈ മൗണ്ടനും ഒറ്റ മൗണ്ടനാണ്. അപ്പുറത്തെ സൈഡാണ് കവളപ്പാറ, ഇപ്പുറത്തെ സൈഡാണ് നമ്മുടെ വയനാട്. അപ്പൊ കവളപ്പാറയിൽ മഴ പെയ്താലും നിലമ്പൂർ ഭാഗത്ത് മഴ പെയ്താലും ആ മൗണ്ടിൽ തന്നെയാണ് വെള്ളം ശേഖരിക്കുന്നത്. അപ്പൊ ഇവിടെ മഴ കൂടിയാലും അപ്പുറത്തേക്ക് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നാണ് ഞാൻ കരുതുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരുപാട് നിരപരാധികളായിട്ടുള്ള തോട്ടം തൊഴിലാളികളായിട്ടുള്ള അമ്മ പെങ്ങന്മാര്, അച്ഛന്മാര്, ചെറിയ മക്കള്, വിദ്യാർത്ഥികള്, എന്റെ സഹപാഠി സുഹൃത്തുക്കള് എല്ലാം എനിക്ക് നഷ്ടമാണ്. ഇനി ആഫ്റ്റർ എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, മുമ്പിലൊന്നുമില്ല. കാരണം ഇപ്പോ 0 ആണ്, എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു, പ്രതീക്ഷ കൈവിടരുത് ഒന്നിലും. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ജീവിതം 1 മുതൽ തുടങ്ങണം. എന്റെയൊക്കെ പേരൻസ് ഒരുപാട് കഷ്ടപ്പെട്ട് തേയിലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കിയ സ്ഥലങ്ങളൊക്കെയാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായത്. അത് അല്ലാതെ നമുക്ക് കരയാൻ കണ്ണുനീരില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് പോയത്. നമ്മളെല്ലാവരും പൊരുത്തപ്പെട്ടു പോയി. എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ആഫ്റ്റർ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലാതെ ഒരു ഭീകരതയാണ് മുന്നിൽ കാണുന്നത്. എന്താണെങ്കിലും എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന പലരുടെയും അവർ രക്ഷപ്പെട്ടതിന്റെ ഷോക്കിനേക്കാൾ ഉപരി കൂടെയുള്ള ഒരുപാട് പേര് നഷ്ടപ്പെട്ടതിന്റെ ഷോക്കാണ്. ജീവൻ കിട്ടിയിട്ടും അയ്യോ നമുക്ക് ജീവൻ കിട്ടിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരെ ഞാൻ ഇവിടെ കണ്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം സേഫ് ആയിട്ട് രക്ഷപ്പെട്ട് കരപിടിച്ചപ്പോഴാണ് ആംബുലൻസില് നമ്മുടെ അയൽവാസികളെ വരെ കൊണ്ടുവന്ന് നമ്മൾ കേൾക്കുകയാണ് സൗണ്ട്. നമുക്ക് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമായിരുന്നു. ഒരാളെ പൊട്ടലും മാത്രമല്ല, അതിനുശേഷം ഈ നിമിഷം വരെ വല്ലാത്തൊരു ഭീകരതയാണ് ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഈ ലോകം മുഴുവൻ നമ്മൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നമ്മള് വെറും വാക്ക് പറയുന്നല്ല, അതിപ്പം അറിയാമല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ നിങ്ങളെ മാനസികമായിട്ട് റിക്കവർ ചെയ്യിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്. അതായത് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെ ബാധ്യതയാണ്. എല്ലാം റെഡിയാവും, എല്ലാത്തിൽ നിന്നും ഇതൊക്കെ നമുക്ക് മാറും. കാലമായിട്ട് മുറിവില്ലെന്നാ പറയുന്നത്. പക്ഷെ ഇത് കാലം നമ്മളെ എല്ലാവരെയും കൂടെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്, ഒന്നുകൂടെ ഒന്ന് സേഫ്റ്റി ആവും. ഇത് ഒരു മെസ്സേജാണ് ലോകത്തിലെ അല്ലെങ്കിൽ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങി ചേരണം, പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. പ്രകൃതിയും മനുഷ്യനും ഒന്ന് എന്നതിനെ കുറിച്ച് ഒരു വലിയൊരു മെസ്സേജാണിത്. ഇതിനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഒരിക്കലും. കാരണം ഇപ്പോഴും അതിന്റെ ഭയം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത് എനിക്ക് മറക്കാൻ കഴിയില്ല. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇതിൽ നിന്നും മുക്തമായിട്ടില്ല. അവർക്കെല്ലാം നല്ല രീതിയിൽ എന്താ പറയാ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നല്ല കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട്. കാരണം അത്രയും മെന്റലി ട്രോമയിലാണ് ഇവരെല്ലാരും. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും എന്നെ ഒന്ന് ചിരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ച് നേരം ചിരിക്കാമായിരുന്നു എന്നൊരു അവസ്ഥയിലാണ്. അയ്യോടാ, എന്റെ മനസ്സ് പോലും ആരാണ് എന്താണെന്ന് അറിയില്ല എനിക്ക്. കാരണം ആരുമില്ല. നമ്മളെ ഇപ്പൊ വരെ മണ്ണിലറിയില്ല. നമ്മളെ ബാക്കിൽ നിന്ന് എടാതെ ശരിയാവും, അത് കുഴപ്പമില്ല എന്ന് പറയുന്നതിന് വരെ ഇന്നിപ്പോ അവരെ ബോഡി പോലും കിട്ടിയിട്ടില്ല. വല്ലാതെ ചേട്ടാ, ഞാൻ നിങ്ങളെ എനിക്കറിയില്ല, എനിക്ക് എങ്ങനെ എന്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. കൂടെ ഉണ്ട് കേട്ടോ, കൂടെ ഉണ്ട്. ചിരിപ്പിക്കാൻ നമുക്ക് കേൾക്കുമ്പോ ചിരിപ്പിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് പോലെയല്ല ഞാനും നിൽക്കണം. അതെ, പക്ഷെ നമുക്കെല്ലാം വീണ്ടെടുക്കാൻ കഴിയും. പക്ഷെ എല്ലാം തരണം ചെയ്യാൻ പറ്റും.
പക്ഷെ നഷ്ടപ്പെട്ടവര് ഒരിക്കലും ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു വിഷമം പിടിക്കുന്ന ഒരു കാര്യം. അതാണ് ഞങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ.